എൻ്റെ പേര് അബ്ദുൾ റൌഫ് ബി എ. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നുള്ളത്. ഡിഗ്രി കഴിഞ്ഞ് എന്ത് പഠിക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ മനസ്സിൽ MBA ഫിനാൻസ്, അതുപോലെ ഫിനാൻസ് റിലേറ്റഡ് MCOM, അതുപോലെ ഫിനാൻസ് റിലേറ്റഡ് ആയ കുറേ കോഴ്സുകൾ ഉണ്ടായി. അങ്ങനെ കുറേ റിസർച്ച് ചെയ്തപ്പോഴാണ് CMA യുഎസിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. അപ്പോൾ CMA യുഎസ് പഠിക്കാമെന്ന് വിചാരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങിങ്ങായി കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് എനിക്ക് അടുത്തുള്ളതാണ്. അപ്പോൾ കാസർഗോഡ് നോക്കി, കണ്ണൂർ, കോഴിക്കോട്, ഇതുപോലെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ അധികം ആൾക്കാരും പറയുന്നത് 6 മാസം 7 മാസം കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു വിടും, പിന്നെ നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ എക്സാംസ് ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിക്കാണ്. അതിൽ നിന്ന് വേറിട്ട് നിന്നിട്ടുണ്ടായ ചാണക്യൻ്റെ ഇതാണ്. ചാണക്യൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ ഒരു പാർട്ട് പഠിച്ച് പാസ്സായതിനു ശേഷമേ ഞങ്ങൾ അടുത്ത പാർട്ട് പഠിപ്പിക്കൂ. അത് കേട്ടപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സപ്പോർട്ട് ചാണക്യയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കിട്ടുന്ന പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ ചാണക്യ ചൂസ് ചെയ്തത്. അതിനോടൊപ്പം ആ സമയത്ത് റീടേക്ക് ഓഫറും അതുപോലുള്ള കാര്യങ്ങളുണ്ടായി. അങ്ങനെ ചാണക്യ ചൂസ് ചെയ്തു. ചാണക്യയിൽ വന്നത് മുതൽ വളരെ നല്ല അനുഭവമാണ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ മറ്റ് സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഏത് സമയത്തും ഏത് ഫാക്കൽറ്റീസിനോടും ആക്സസിബിൾ ആയിരുന്നു. എപ്പോൾ വേണമെങ്കിലും അവരോട് ഡൗട്ട് ചോദിക്കാം, അവരത് ക്ലിയർ ചെയ്ത് തരും. അതേപോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാംസിൻ്റെ ടൈം ആകുന്ന സമയത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന റിവിഷൻ, അതേപോലെ നമുക്ക് ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടായതാണ്. ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എക്സാംസിൻ്റെ ടൈമിന് നമുക്കിവിടെ ക്ലാസ് ഓപ്പൺ ആക്കി തരും. നമുക്ക് ഒരു ക്ലാസ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിലത്തെ കുറച്ച് ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളിവിടെ ഒന്ന് ക്ലാസ് ഓപ്പൺ ആക്കി ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം നൽകും എന്നുണ്ടായി. അതേപോലെ രാത്രി 8 മണി 9 മണി വരെയൊക്കെ, 9 മണി അതിൽ കൂടുതലൊക്കെ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അജി സാറാണെന്നുണ്ടെങ്കിലും അഖിൽ സാറാണെങ്കിലും അവരുടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ. അതുപോലെ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള റിവിഷൻ ക്ലാസ്സസ് ചാണക്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചാണക്യയിൽ അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ മോക്ക് ഇൻ്റർവ്യൂ ക്രാക്കിംഗ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എന്തൊക്കെ തരം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം, അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ അവിടെ ബിഹേവ് ചെയ്യണം പോലുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി. ഇപ്പോൾ അതിനുശേഷം എക്സൽ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ജോലിക്ക് എന്തൊക്കെയാണോ ആവശ്യമായി വരുന്ന സോഫ്റ്റ്വെയർസ് അല്ലെ എക്സൽസ് അതേപോലെ വരുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു പ്രോഗ്രാംസ് ഇപ്പോൾ ചാണക്യ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ചാണക്യയുടെ ഭാഗത്തുനിന്ന്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇവിടെ കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഫിയോണസ്റ്റ അതുപോലെയുള്ള കാര്യങ്ങളിൽ, ഫിയോണസ്റ്റയിൽ ഞാൻ ഒരു ഇവൻറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മളെ പോലത്തെ സ്റ്റുഡൻസിന് ലീഡർഷിപ്പ് സ്കിൽസ് അതേപോലെ ഓർഗനൈസേഷൻ സ്കിൽസൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാമിലെ കോർഡിനേറ്റർ മെമ്പേഴ്സൊക്കെ ആയി നിൽക്കുന്നതിലൂടെ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ കൈവന്താണ് അതിനെ സപ്പോർട്ട് ചെയ്ത് മുൻപന്തിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും ചാണക്യയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പഠിക്കാനും അതേപോലെ തന്നെ കഴിവുകൾ വളർത്താനും ആസ്വദിച്ച്, അതേപോലെ ക്യാമ്പസ് പോലെ ആസ്വദിച്ച് പഠിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ ചാണക്യയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാണക്യ ചൂസ് ചെയ്തിട്ടുള്ളത്.